ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കളിയാണ് ഫുട്ബോൾ. ലോക ഫുട്ബോൾ റാങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 152. അവിടുന്ന് അങ്ങോട്ട് സ്ഥാനമില്ല. ഏത് ആർക്കും എന്തും ചിന്തിക്കാം. എന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊരു ആഗ്രഹം തോന്നാം, ലോകകപ്പിലൊന്ന് കളിച്ചാലോ എന്ന്. കളിച്ച ഉറപ്പാ കൂട്ടം വരണം. അങ്ങനത്തെ ഒരു എന്തെങ്കിലും സംഭവിക്കട്ടെ, നമ്മുടെ രാഷ്ട്രം നന്നാവട്ടെ. നാളെ ബ്രസീലുമായിട്ടാണ് മുട്ടുന്നത് ഇന്ത്യ. ഇന്ന് ഇന്ത്യൻ ക്യാമ്പിലേക്ക് ഒരു എത്തിനോട്ടം. ബൂട്ടിയാ വിജയ ആചാര്യ, ആരാരും ഇങ്ങനെ വെറുക്കല്ലടാ. നിങ്ങളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റനായ എന്റെ സ്ഥിതി എന്താണ്? കോച്ചു എല്ലാവർക്കും താല്യന്തര കോൺപെടുത്തിൽ കയ്യിലും കാലിലും പരത്തി കൊടുത്താട്ടെ. എനിക്ക് വലുവിന്റെ 4 ഗുളിയും. അയ്യോ അയ്യോ. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഞാൻ കരുതി ഇന്ത്യൻ ക്യാമ്പിൽ നായയെ കെട്ടിട്ടുണ്ടോന്ന്. അത് ശരി, നിന്റെ വീട്ടിലെ നായ ട്രൗസറും പതിന്റെ ഇട്ടാണ് കുറയ്ക്കുന്നത്. നായയെ ഞാനാ കുറച്ച്. നിങ്ങളാരാണ്? ക്യാപ്റ്റൻ. എന്തിന്റെ? ഇന്ത്യന്റെ. നിങ്ങൾക്ക് നല്ല സുഖമല്ലേ? 2 കൊല്ലം ഷൈം പിടിച്ച് കിടക്കുന്നത്. കളിക്കാൻ വേണ്ടിട്ട് എന്നെ വീൽ ചെയർ ചിന്തിക്കൊണ്ടു നിൽക്കുന്നു. അല്ല, നിങ്ങൾ ഇങ്ങനെ ആവുമ്പോ നിങ്ങളുടെ മറ്റുള്ള കളിക്കാരുടെ സ്ഥിതി എന്താ? എന്നെ കാട്ടി മോശം. ഞാനാണ് അവരുടെ ഇടയിൽ ഏറ്റവും നിങ്ങൾ ബ്രസീലുമായി നാളെ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചതല്ല, തീരുമാനിപ്പിച്ചടാ. മനസ്സിലായില്ല. തീരുമാനിച്ചല്ല ഞങ്ങൾ മുട്ടുന്നത്. ചാവേർപ്പട. മനസ്സിലായില്ല. കളി കഴിയുക, വീണു പോവുക, പാക്ക് കഴിയുക, കൊണ്ടുപോവുക. അത് ശരി. ആരായി കിടന്നിറങ്ങുന്നത്? വൈസ് ക്യാപ്റ്റനാ. നാളത്തെ കളിക്കുള്ള റെസ്റ്റ് ആയിരിക്കും. നാളത്തെ കളിക്കുള്ള റെസ്റ്റ് ആയിരിക്കും. അല്ല, നാളെ ബ്രസീലിനോട് കളിക്കണേന്ന് പറഞ്ഞോടുകൂടി ബോധം കെട്ടു വീണുവരാ. ഇടക്കിടക്ക് ബോധം വരുമ്പോ ചോദിക്കും കളി കഴിഞ്ഞോ ഇല്ലാന്ന് പറയലും പിന്നെ അത് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ഈ വിദേശ കളിക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അവരുടെ ആ ഊർജ്ജസ്വലത, ആ ആരോഗ്യം, അതൊക്കെ ഭയങ്കര സംഭവമാണ്. നമ്മൾ ഇന്ത്യൻ കളിക്കാരെന്തെങ്കിലും മെലിഞ്ഞ് എങ്ങനെയാ നമ്മൾ ആരോഗ്യം ഉണ്ടാവുക? ഇറ്റലി, ഡെൻമാർക്ക്, ബ്രസീൽ ഈ രാഷ്ട്രങ്ങളോടൊക്കെ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലുകൾ താമസിച്ചോളെ. ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞു? റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ടാർപ്പായി കൊണ്ട് ടെന്റ് വെച്ച് കെട്ടിട്ട് അണ്ണാച്ചാളി ഇരിക്കുന്നതായിരുന്നോളെ. പിന്നെ എങ്ങനെ പഠിക്കുക? അല്ല, അതെന്താ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്? അത് തോറ്റു കഴിഞ്ഞാൽ പോകാൻ സുഖമായി. നിങ്ങൾ ഈ ലീഗിലാണോ തുടക്കം? എനിക്കങ്ങനെ രാഷ്ട്രീയമൊന്നും. ഞാൻ കോൺഗ്രസ് വിളിച്ചാലും കളിക്കൂ, ലീഗ് വിളിച്ചാലും കളിക്കും, മാർക്സ് പാർട്ടിക്ക് വേണ്ടി കളിക്കൂ. നമുക്ക് അങ്ങോട്ട് നിങ്ങൾ ഈ കളിയുടെ കുറെ നേരമല്ല ആളിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കണ്ടോ. എന്നെ പറ്റി എനിക്ക് മനസ്സിലായോ? ഞാനിതിപ്പം പിന്നെ വിദേശങ്ങളിൽ കളിക്കാൻ പോകുമ്പോൾ ഡൽഹിക്ക് ഒരു ഫോണാ, ഞാനുണ്ടോ എന്ന്. ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ വിദേശ കളിക്കാർ പറയും ഞങ്ങളില്ല. അമ്മൊരു തകർപ്പ് കളിയായിരിക്കും. അമ്മൊരു ഫൗളുണ്ട്. 98-97 ബെസ്റ്റ് ഫൗളറാ ഞാൻ. പുറത്ത് പറയണ്ട, ജയിലിലായി പോയി ഞാൻ. ഈ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ശാരീരികമായിട്ട് ഒരിക്കലും വിദേശ രാഷ്ട്രങ്ങളോട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല. കാരണം അവര് തടിമുടുത്ത ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അവര് ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ വന്നാൽ കാലും ട്രൗസറും ഫിറ്റാ. കണ്ടില്ലേ? നമ്മളെ കളിക്കാരെ ട്രൗസർ ഇട്ട് കണ്ടില്ലേ? പഴയ ഗോതമ്പ് പൊടിപ്പിക്കുന്ന മില്ലിലെ സഞ്ചി ആടുന്നമാതിരി കാലും കിടന്ന ട്രൗസർ ആദ്യം ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല. ട്രൗസർ കാണാണ്ടായി കഴിഞ്ഞാൽ കാലിന് കത്തായിക്കല. കണ്ടിട്ട് കുറെ കാലായിട്ടോ. അപ്പൊ നേരിട്ട് ഫൗൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ പറയുക, ഒളിഞ്ഞത് കല്ലെടുത്തൊരു തലക്ക്. പിന്നെ ഞാനുണ്ടോന്നല്ല ചോദ്യം, ഏറുണ്ടോ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, വേറെ സംശയം. നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം പെലെയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വലിയ വലിയ ആളുകൾ. ഇന്ത്യയിലെ പെലെ ഞാൻ. ഇന്ത്യയിലെ പെലെ? അതല്ല ഞാൻ ചോദിച്ചത്. എന്റെ കാര്യം പറയാം. ഇതൊരു ആഗോള സാമ്രാജ്യമല്ലേ. ഇന്ത്യയിലെ പെലെ അവിടെ ഞാൻ മൂപ്പർക്ക് വിധിച്ചു കൊടുത്ത് ഇവിടെ ഞാനെടുത്ത് അങ്ങനെ പോവല്ലേ. ഞാൻ വേറെ ചോദിക്കട്ടെ, ഈ വിദേശ കളിക്കാരൊക്കെ ഈ എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരെ മരവിപ്പിക്കുന്ന ഒരു തരം ഇഞ്ചക്ഷൻ ഉണ്ട്, സ്പ്രേ. അത് ഇന്ത്യൻ കളിക്കാർ സ്ഥിതി എന്താ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. എന്താ? സ്വതവേ മരവിച്ചെടുക്കുന്ന തൊലിയൊക്കെ ഞങ്ങൾ മരവിപ്പിക്കാൻ ഞങ്ങൾ 3-4 പാരസെറ്റമോൾ വായിലിക്കിടെ കുറെ പച്ചവെള്ളം. അപ്പൊ പാരസെറ്റമോൾ കുറെ കൊണ്ടു? പാരസെറ്റമോൾ 80 ചാക്ക് പാരസെറ്റമോൾ ആയിട്ടല്ലേ ഞങ്ങൾ വന്ന് കളിക്കാർ ഓരോ തലയിൽ 2 ചാക്ക് പാരസെറ്റമോൾ. അയ്യോ, അല്ല ഞാൻ വേറെ ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഇത്രയും വലിയൊരു കളിക്കാരനാണല്ലോ, ലീഡറാ? അതെ, ലീഡറാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാനാവത്തെ അതായത് കുറെ കളികളിൽ എനിക്ക് അധികം മറക്കൂല, കാരണം അത്രയും പരിക്കുണ്ട് പല ഭാഗത്തും. അതല്ല, എന്നാലും നിങ്ങൾക്ക് മറക്കാനാവാത്ത പല മറക്കാനാവാത്തതെന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് കോമൺവെൽത്ത് ഗെയിംസിൽ കോമൺവെൽത്ത് അതൊക്കെ ഈ തെറ്റി അതിന്റെ പണിയിൽ ഞാൻ സ്പോർട്സ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പൊ പറഞ്ഞാൽ ആ കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടാണ് എതിരാളി. ഇംഗ്ലണ്ട് ടീം ഫസ്റ്റ് മിനിറ്റ് പെനാൽറ്റി ഞങ്ങൾക്ക്
ആർക്ക്? ഞങ്ങൾക്ക് പെനാൽറ്റി. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതാ. കൈയോണ്ട് പിടിച്ചോണ്ട് കൈയോണ്ട് പിടിച്ച് കാലോട്ട് എന്തായാലും അടിക്കാൻ പറ്റൂല. അപ്പൊ ആദ്യത്തെ മിനിറ്റ് തന്നെ എന്റെ കൂടെയുള്ള കൈയോട്ട് കളിച്ചു കൊടുത്ത് ഇപ്പൊ പിടിച്ചു പെനാൽറ്റി. അന്ന് ഞാനാ ഗോളി. നിങ്ങൾ ഗോളി നിൽക്കും? അച്ഛൻ ഞാൻ ക്യാപ്റ്റനായില്ല. അതിലും വലുതാ ഗോളിക്കല്. എവിടെ ഞങ്ങൾ എന്താ ഇത്? എടത് ഇന്ത്യയാണ്. ഞങ്ങളെന്ന് പറഞ്ഞ ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ഇന്ത്യ. ഞങ്ങള് കളിക്കളത്തിൽ വന്ന ശേഷമാണ് ബേക്കിക്കണോ ഒരു ഗോളിക്കണോ തീരുമാനിക്കും. അന്നിനോട് ഗോളിക്ക് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരേ ഇന്ത്യ. അല്ല ഇതിപ്പോ പെനാൽറ്റിന്റെ അതൊന്ന് വിശദീകരിക്കും. അതപ്പോ പെനാൽറ്റി വന്നോടുകൂടി പിന്നെ പെനാൽറ്റി അടിക്കാൻ കിട്ടിയത് നല്ല ആളാ. ആരാ? ആരുടെ ക്യാപ്റ്റനല്ലേ? ബോക്കല്ല, ഡേവിഡ് ബെക്കാം. ഡേവിഡ് ബെക്ക്. ഇങ്ങനെ ഞാനെന്ന് ഇങ്ങനെ കളിച്ച് ജനം കംപ്ലീറ്റ് എല്ലാവരും നോക്കി എന്ത് ചെയ്യും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വിടൂല എന്നുള്ളത്. അതോടുകൂടി മൂപ്പരിങ്ങനെ പന്തിന്റെ മോളിൽ കൂടെ ഒന്ന് ചൊയറ്റ് തന്നെ കൊടുങ്കാറ്റടിച്ച ശബ്ദമുണ്ട്. മൂപ്പര് ഞാൻ വിട്ടു. നിങ്ങൾ എന്ത് ചെയ്തു? ഒറ്റ നിലവിളി. അയ്യോ ഓടി വരോ, അടിച്ച ഭയ പേടിപ്പിക്കല്ലേ, ഒഴിച്ചേരാ എന്ന് പറയലും പന്ത് പോസ്റ്റിലേക്ക് ഞാൻ നേരെ പോസ്റ്റിന് പുറത്തേക്ക്. അല്ല 2 പന്ത് വീകാണ്ട വിചാരിച്ചു. ആ അടി എന്റെ തലക്കെട്ടിന്റെ പന്തിന്റെ കൂടെ എന്റെ തലയും പോകും. അന്നാണ് ഇന്ത്യ എതിരില്ലാത്ത 33 ഗോളിന് പൊരുതി തോറ്റത്. അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഇത്രയും വലിയൊരു ഫുട്ബോളറാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പുതിയ പയ്യന്മാർക്ക്, അതായത് പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾ? ഞാൻ അവരോട് പറയാനുള്ള ഒരേ ഒരു ഉപദേശം, ഒരു ലീഡർ എന്നുള്ള സ്ഥിതിക്ക് ഞാൻ പറയുന്നത്, ആരോഗ്യം ഉണ്ടെങ്കിൽ പണിക്ക് പോയാൽ മതി. അല്ല പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം വല്ല കയ്യും കാലും പൊട്ടി വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നോക്കാൻ ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടാവില്ല. ശ്രദ്ധിച്ച് കളിച്ചാൽ മതി, അല്ലാത്തവൻ വീട്ടിലിരിക്കുക. എനിക്ക് വളരെ സന്തോഷമായി. ഓക്കെ, നമുക്ക് വേറൊരു ക്യാമ്പിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. അതെന്താ? നീ വീട്ടിലേക്ക് പോവില്ലേ? സിസർ കട്ട് അടിച്ചാ പോടാ.